ഹായ് ഹലോ ഫ്രണ്ടിൻ്റെ മാരേജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് അതിനായി തലശ്ശേരി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ട് പോവുകയാണേ. ഞാനും ഷാമുവും സ്കൂട്ടിയിലും ബാക്കി 3 പേർ ഓട്ടോയിലും വന്നതുകൊണ്ട് അവർ നമ്മളെക്കാൾ കുറച്ച് മുന്നേ അങ്ങ് എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തിനാണ് ഞങ്ങൾ ഇവിടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാനിങ് ആണേ. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഷാമുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വക വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഷാമുവിനൊരു ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ. ഹസ്ബൻഡ് നാട്ടിലില്ലാത്തത് കൊണ്ട് ഞങ്ങളോട് അതങ്ങ് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഷാമുവിനും കൂട്ടങ്ങി ഇറങ്ങിയതാണ്. ആക്ച്വലി ഒരു ബ്രേസ്ലെറ്റ് ആണ് വാങ്ങാനായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഷാമുവിന് ബ്രേസ്ലെറ്റിനേക്കാളും ഇപ്പോൾ ഇഷ്ടം ആംഗ്ലറ്റിനോടാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആംഗ്ലറ്റ് വാങ്ങാമെന്ന് ഞങ്ങൾ അങ്ങ് ഡിസൈഡ് ചെയ്തു. അപ്പോൾ അങ്കിതൊക്കെ വാങ്ങാനാണെന്ന് പറഞ്ഞിട്ടാട്ടോ ഷാമുവിനെയും കൂട്ടിയിട്ട് വന്നത്. പിന്നെ രണ്ടുപേരുടെ സൈസും സെയിം ആയതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അങ്കിതൊക്കെ ഓരോന്ന് ഇട്ടിട്ട് നോക്കുവാണ്. പിന്നെ ഷാമുലിൻ്റെ സെലക്ഷൻ അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സുഖിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ സെലക്ട് ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു മോഡൽ ഷാമുവിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു മോഡലായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ സൈസ് ചെറുതുണ്ടായിരുന്നില്ല. ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടുന്ന സൈസിൽ ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ഞങ്ങൾ ഇത്രയും ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ ഏകദേശം സെറ്റായി ഫൈനലൈസ് ചെയ്ത് വാങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പം ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ സൈസ് കിട്ടാത്തതിൽ ഞങ്ങൾ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ. എന്നാൽ പിന്നെ ഡയമണ്ടിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്കൊരു ആംഗ്ലറ്റ് വാങ്ങണമെന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് ഒരു തൃപ്തി കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ കളക്ഷൻസ് എന്ന് പറയാൻ ഡയമണ്ടിലായാലും ഗോൾഡിലായാലും കളക്ഷൻസ് എന്ന് വെച്ചാൽ അടിപൊളി തന്നെയാണ് കേട്ടോ. ഭയങ്കര വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചൊരു സാധനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊറ്റൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസും എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഷാമു ഇതൊന്നും അറിയാണ്ട് അവിടെ ഇരുന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നോക്കുമായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഫുൾ ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ ഫ്ലോപ്പ് ആവുമോ, ഇനി എന്ത് ചെയ്യുന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ.